ഹായ് ഹലോ. അപ്പോൾ രാവിലത്തെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ടേ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറച്ചിപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായോ? ഇറച്ചിപ്പത്തിൽ, അതുപോലെ എന്താ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട് അല്ലേ ഇറച്ചിപ്പത്തിലേക്ക്. നമ്മുടെ നാട്ടിൽ ഇറച്ചിപ്പത്തിൽ എന്നാണ്ടാ പറയല്. പിന്നെ നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് കുറേ ഇറച്ചിയൊക്കെ കിട്ടിയില്ലേ, എല്ലാവരും ഫ്രിഡ്ജിൽ ഇറച്ചി ഇങ്ങനെ തള്ളിക്കയറ്റി ഉന്തിക്കയറ്റി വെച്ചിട്ടുണ്ടാവില്ലേ. അതിന് കുറച്ച് നല്ല ഇറച്ചിങ് എടുത്തിട്ട് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കിക്കൊള്ളിട്ടോ. അതാകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും കുട്ടിയൊക്കെ അതൊക്കെ അങ്ങോട്ട് അതിലങ്ങ് ഒതുങ്ങും കേട്ടോ. കറിയും വേണ്ട, അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചിപ്പത്തിലാണ്. അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചിപ്പത്തിലാട്ടോ, നല്ല ഉണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയാൻ നമ്മളെ മലബാർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഈ പുതിയാപ്പിളമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഈ ഇറച്ചിപ്പത്തിൽ എന്ന് പറയാൻ. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ അൽഫാമും മന്തിയും ബ്രോസ്റ്റഡൊക്കെ വന്നതിന് ശേഷം ഇതിന് എന്ന് പുറന്തള്ളിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലായില്ല കേട്ടോ. എന്തായാലും ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി അതുപോലെ നെയ്ച്ചോറ് അരിയും ഒരുപോലെ അളവിൽ നമ്മൾ കുതിർത്താൻ വേണ്ടി വെച്ച്, എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ 2 പട്ടയും നമ്മൾ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ. അപ്പൊ 2 പട്ട അതുപോലെ 2 ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ പൊടി ആയതുകൊണ്ട് ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി അതൊരു മിക്സി എടുക്കുക. മിക്സിന്റെ ജാറിലേക്ക് നമ്മളത് അരക്കാൻ വേണ്ടി വെക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരക്കുന്ന സമയത്ത് കുറച്ച് ചോറും ഇട്ട് കൊടുക്കണം. നമ്മൾ ഒരു മിക്സിന്റെ അളവിലാകുമ്പോൾ ഒരു പിടി ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ദോശ മാവിന്റെ പരുവത്തിൽ അങ്ങനെ അരച്ചെടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം അങ്ങ് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്കുള്ള ബീഫിന്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത കുറച്ച് ബീഫും മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. ഈ ഉള്ളി കൊത്തി അരിയാന്ന് പറയാൻ ഇപ്പൊ പ്രയാസമുള്ളൊന്നും കാര്യമല്ലല്ലോ, കാരണം ചോപ്പറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഉള്ളി കൊത്തി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നല്ലപോലെ അങ്ങ് വാട്ടിയെടുക്കട്ടോ. നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിന്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കട്ടോ. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതിന് പച്ചമണമൊക്കെ മാറി കിട്ടുമല്ലോ. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ. മുളക് പൊടിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, എരിവിനനുസരിച്ച്. അപ്പൊ അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമ്മളെ ബീഫ് അങ്ങനെ വെന്തിട്ടുണ്ട്. അതും മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പൊ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അപ്പച്ചെമ്പ് എടുക്കുക. അപ്പച്ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് ഇഡ്ഡലി തട്ട് മാറ്റിയതിന് ശേഷം ഒരു ചെറിയ ചോറ് നിന്ന് ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്താൽ നമുക്ക് എന്താവും, ഇറച്ചിപ്പത്തിൽ റെഡി ആയി കിട്ടും കേട്ടോ. ഇതേപോലെ ആ പ്രോസസ്സ് അനുസരിച്ച് അങ്ങനെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ബീഫിന്റെ മസാല ഇട്ട് കൊടുക്കുക. ബീഫിലും ചിക്കനിലും ഒക്കെ ചെയ്തെടുക്കാട്ടോ. ബീഫിൽ, ചിക്കല് അതുപോലെ അയലൊക്കെ വെച്ച് നമ്മളെ മീനുണ്ടല്ലോ, അയല മീൻ, അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് അയല മീനൊക്കെ കൊണ്ട് ചെയ്താൽ. അതാണ് അയലപ്പത്തില്. ഇത് നമ്മളെ ഇറച്ചിപ്പത്തില്. അപ്പൊ ദോശമാവിന്റെ പരുവത്തിൽ നല്ല ലൂസായിട്ട് അരച്ച് കിട്ടിയാൽ മാത്രം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടുള്ളൂ. ഈ അടുപ്പൊന്നുമില്ലാതെ നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കുറേ സമയം തീയൊന്നും പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അതിനാണ് നമ്മൾ മാവ് നല്ല ലൂസായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ അരച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു സമയം വേണ്ട ശരിക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് കറി വേണ്ട. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് നമ്മൾ ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ 2 കൂട്ടം വരദോഷെന്നൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മളെ ഇറച്ചിപ്പത്തിരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഉണ്ടാക്കിയവരായാലും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും എന്റെ ഈ വീഡിയോ കണ്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.